ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്തു നിന്നും ബെഥനിയിലേക്ക് പോകുന്നു. 1945 മാർച്ച് 18. തെളിവെള്ളം എന്ന സ്ഥലത്ത് തീർത്ഥാടകരുമില്ല. അവിടെ ശൂന്യമായി കിടക്കുന്നത് കണ്ടിട്ട് ഒരു വല്ലായ്മ പോലെ. രാത്രി വിശ്രമത്തിനോ ഭക്ഷണം അവിടെ ഇരുന്ന് കഴിക്കുന്നതിനോ ഒന്നും ആരുമില്ല. ജനക്കൂട്ടം ഉപയോഗിച്ച ശേഷം വിട്ടുപോകുമ്പോൾ ഉള്ളതുപോലെ ചപ്പുചവറൊന്നുമില്ല. വളരെ വൃത്തിയായി കിടക്കുന്നു. ശിഷ്യന്മാർ ഓരോ ശാരീരിക അധ്വാനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ചിലർ ചില്ലിക്കമ്പുകൾ കൊണ്ട് മീൻ പിടിക്കാനുള്ള കൂടുകൾ ഉണ്ടാക്കുന്നു. ചിലർ മഴവെള്ളം കെട്ടിക്കിടക്കാതെ ശരിക്കും ഒഴുകിപ്പോകത്തക്ക വിധം ചാലുകൾ കീറുന്നു. ഈശോ ഒരു പുൽത്തകിടിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് കുരുകിലുകൾക്ക് റൊട്ടിക്കഷ്ണങ്ങൾ ചെറുതാക്കി എറിഞ്ഞു കൊടുക്കുന്നു. ദിവസം നല്ല തെളിവുള്ളതാണ്. നോട്ടം എത്തുന്നിടത്തോളം സ്ഥലത്തെങ്ങും ഒരാളെപ്പോലും കാണുന്നില്ല. ഏതോ കാര്യം നിർവഹിക്കാൻ പോയിരുന്ന ആൻഡ്രൂ തിരിച്ചു വരുന്നു. ഈശോയുടെ അടുത്ത് ചെന്ന്, ഗുരുവേ, അങ്ങേക്ക് സമാധാനം എന്ന് പറയുന്നു. ആൻഡ്രൂ, നിനക്ക് സമാധാനം. ഒരു നിമിഷത്തേക്ക് ഇങ്ങ് വരൂ. ഈ ചെറുപക്ഷികളുടെ കൂടെ കുറേ സമയം ചെലവഴിക്കൂ. നീ അവരെ പോലെയാണ്. നോക്കൂ, അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് ഭയമില്ല. നോക്കൂ, എത്ര നിർഭയരാണവർ, എത്ര സുരക്ഷിതരും സന്തോഷമുള്ളവരും. കുറച്ചു മുമ്പ് അവർ മിക്കവാറും എൻ്റെ കാൽക്കലുണ്ടായിരുന്നു. ഇപ്പോൾ നീ വന്നതിനാൽ നിന്നെ അവർ നോക്കുകയാണ്, കരുതലോടെ വർത്തിക്കുകയാണ്. ഇതാ, കൂടുതൽ ധൈര്യമുള്ള ഒരെണ്ണം മുന്നോട്ട് വരുന്നു. മറ്റുള്ളവ അതിനെ അനുഗമിക്കുന്നു. ആപത്തൊന്നുമില്ല എന്നവർക്ക് മനസ്സിലായി. വയർ നിറയെ അവർ തിന്നുന്നത് കണ്ടു. പിതാവിൻ്റെ മക്കളായ നമ്മളും അങ്ങനെയല്ലേ? അവൻ്റെ സ്നേഹം കൊണ്ട് നമ്മെ അവൻ തൃപ്തരാക്കുന്നു. നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്നും തൻ്റെ സ്നേഹിതരായിരിക്കാനാണ് അവിടുന്ന് ആവശ്യപ്പെടുന്നതെന്നും മനസ്സിലാക്കുമ്പോൾ എന്തിനാണ് അവനെ നമ്മൾ ഭയപ്പെടുന്നത്, നമ്മെ തന്നെ ഭയപ്പെടുന്നത്? അവൻ്റെ സ്നേഹം മനുഷ്യരുടെ പക്കലും നമ്മെ ധൈര്യമുള്ളവരാക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. ഒരു കുറ്റവാളി മാത്രം മറ്റുള്ള ആളുകളെ ഭയപ്പെട്ടാൽ മതി. നിന്നെപ്പോലെ നീതിമാനായ ഒരുവൻ മറ്റുള്ളവരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആൻഡ്രൂ വിവരണനാകുന്നു, എന്നാൽ ഒന്നും പറയുന്നില്ല. ഈശോ ആൻഡ്രുവിനെ പിടിച്ച് അടുപ്പിച്ചു നിർത്തി പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറയുന്നു, നിന്നെയും സൈമനോട് കൂടി ഒരുമിച്ച് മൂശയിലിട്ട് ഉരുക്കി വീണ്ടും രൂപപ്പെടുത്തണം. അപ്പോൾ രണ്ടുപേരും പരിപൂർണരാകും. ഇപ്പോൾ നിങ്ങൾ എത്ര വ്യത്യസ്തരാണ്. നിന്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് നീ പത്രോസിനെ പോലെ തന്നെയായി തീരും എന്ന് ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? നീ അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും. അതെങ്ങനെയാണെന്ന് പോലും ഞാൻ ചോദിക്കുകയില്ല, കാരണം നീ പറയുന്നതെല്ലാം സത്യമാണ്. എൻ്റെ സഹോദരൻ സൈമനെ പോലെ ആകുന്നത് എനിക്ക് സന്തോഷമാണ്, കാരണം അവൻ നീതിമാനും അങ്ങയെ സന്തോഷിപ്പിക്കുന്നവനുമാണ്. സൈമൺ സമർത്ഥനാണ്. അവൻ സമർത്ഥനായതിനെക്കുറിച്ച് എനിക്ക് സന്തോഷമാണ്. അവന് ശക്തിയും ധൈര്യവുമുണ്ട്. എന്നാൽ മറ്റുള്ളവർക്കും? നിനക്കില്ലേ? ഓ, ഞാനോ? എനിക്കോ? എന്നെക്കുറിച്ച് തൃപ്തിയുള്ളത് നിനക്ക് മാത്രമാണ്. ശബ്ദമുണ്ടാക്കാതെ മറ്റുള്ളവരെക്കാൾ ആഴമായി ജോലി ചെയ്യുന്നത് നീയാണെന്ന് മനസ്സിലാക്കുന്ന ഏക വ്യക്തിയും ഞാൻ മാത്രമാണ്. കാരണം 12 പേരിൽ ചിലർ അവർ ചെയ്യുന്ന ജോലിയോളം തന്നെ ശബ്ദമുണ്ടാക്കുന്നവരാണ്. ചിലർ ചെയ്യുന്ന ജോലിയേക്കാൾ കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നവരാണ്. ചിലർ ജോലി ചെയ്യുക മാത്രം ചെയ്യും. എളിയതും അവഗണിക്കപ്പെടുന്നതുമായ അധ്വാനമുള്ള ജോലി അവർ ഒന്നും ചെയ്യുന്നില്ല എന്നും മറ്റുള്ളവർ ചിന്തിച്ചേക്കാം. എന്നാൽ കാണുന്നവർ അറിയുന്നു, ഇത്രയധികം വ്യത്യാസങ്ങളുള്ളത് നിങ്ങൾ ഇനിയും പൂർണ്ണരായിട്ടില്ലാത്തത് കൊണ്ടാണ്. ഭാവി ശിഷ്യരുടെ ഇടയിലും എന്നും ഈ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങളെ അനുഗമിക്കുന്നവരുടെ ഇടയിലും ഇതുപോലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. സമയം ഇനിയില്ല എന്ന് ദൈവദൂതൻ ഇടിനാഥം പോലെ പ്രഖ്യാപിക്കുന്ന നാൾ വരെയും ഇതുണ്ടാകും. ധാരാളം ജോലി ചെയ്യുകയും മറ്റുള്ളവരുടെ ശ്രദ്ധ തങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷകർ ക്രിസ്തുവിനെന്നും ഉണ്ടായിരിക്കും. അവരാണ് ഗുരുക്കന്മാർ. നിർഭാഗ്യവശാൽ ബാഹ്യമായ അഭിനയങ്ങളും ശബ്ദവും മാത്രമുള്ള നടന്മാരുടെ രീതിയിലുള്ള കപട ഇടയന്മാരും ഉണ്ടായിരിക്കും. വൈദികർ അല്ല, അവർ ആസ്യ അനുകരണക്കാരാണ്. വേറൊന്നുമില്ല. അഭിനയങ്ങളോ ലോവയോ ഒരുവനെ വൈദികനാക്കുകയില്ല. ലൗകികമായ അറിവോ ലോകത്തിലെ ശക്തന്മാരായിട്ടുള്ള അടുപ്പമോ ഒരാളെ വൈദികനാക്കുകയില്ല. അവൻ്റെ ആത്മാവാണ് ഒരാളെ വൈദികനാക്കുന്നത്. മാംസത്തെ ഞെരിച്ചു കളയത്തക്ക വലുതായ ആത്മാവ്. എൻ്റെ വൈദികൻ പൂർണ്ണമായും ആധ്യാത്മികത ഉള്ളവനാണ്. അങ്ങനെയാണ് ഞാൻ അയാളെ വിഭാവന ചെയ്യുന്നത്. വിശുദ്ധരായ എൻ്റെ വൈദികർ അങ്ങനെയായിരിക്കും. അരൂപിക്ക് നാടകം അഭിനയിക്കുന്ന ആളിൻ്റെ സ്വരമോ ഭാവമോ ഉണ്ടായിരിക്കുകയില്ല.
അരൂപി ആയതുകൊണ്ട് പദാർത്ഥപരമായവയ്ക്ക് ചേരുന്ന മുഖംമൂടിയൊന്നും അതിനില്ല. അതെന്താണോ അത് മാത്രമായിരിക്കും. അതായത് അരൂപി. അഗ്നി, പ്രകാശം, സ്നേഹം അത് അരൂപിയോടെ സംസാരിക്കുന്നു. അത് ചാരിത്രശുദ്ധിയോടെ സംസാരിക്കുന്നു. കണ്ണിലും ആംഗ്യങ്ങളിലും വാക്കിലും പ്രവൃത്തിയിലും. മനുഷ്യൻ നോക്കുന്നു, അയാൾ ഒരു സഹജീവിയെ കാണുന്നു. എന്നാൽ ശരീരത്തിനുപരിയായി അപ്പുറത്തായി അയാൾ എന്തു കാണുന്നു? തിരക്കിട്ട് പോകുന്ന അവൻ്റെ നടപ്പ് സാവധാനത്തിലാകുന്നു. അവൻ ചിന്തിക്കുന്നു, ഇങ്ങനെ അനുമാനിക്കുന്നു: എന്നെ പോലെയുള്ള ഈ മനുഷ്യൻ്റെ രൂപം മാത്രമേ ഉള്ളൂ. അയാൾക്ക് ഒരു ദൈവദൂതൻ്റെ ആത്മാവാണുള്ളത്. ഈ പറയുന്ന മനുഷ്യൻ ഒരു ഔശ്വാസിയാണെങ്കിൽ അവൻ തീരുമാനിക്കുന്നു, ഇയാൾ നിമിത്തം ദൈവമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. അയാൾ ജഡികനാണെങ്കിൽ അയാൾ പറയും, എൻ്റെ സഹസൃഷ്ടിയായി ഈ മനുഷ്യന് സ്വർഗീയമായ കണ്ണുകളാണുള്ളത്. എൻ്റെ ജഡികാസക്തിയെ ഞാൻ നിയന്ത്രിക്കും. എൻ്റെ കണ്ണുകളെ ഞാൻ അശുദ്ധമാക്കുകയില്ല. അയാൾ ഒരു ലുബ്ധനാണെങ്കിൽ സമ്പത്തിനോടൊരു താല്പര്യവുമില്ലാത്ത ഇയാളുടെ മാതൃക നിമിത്തം എൻ്റെ ലുബ്ധ ഞാൻ അവസാനിപ്പിക്കും. അയാൾ ഒരു വലിയ മുൻകോപക്കാരനോ ക്രൂരനോ ആണെങ്കിൽ, ശാന്തരായവരോട് വൃഥാ കോപിക്കുന്നവനാണെങ്കിൽ, അയാൾ കൂടുതൽ ശാന്തതയും സമാധാനവും ഉള്ളവനാകും. വിശുദ്ധനായ ഒരു വൈദികന് ഇതെല്ലാം ചെയ്യാൻ കഴിയും. എൻ്റെ വിശുദ്ധരായ വൈദികരിൽ എല്ലായ്പ്പോഴും കുറച്ചുപേർ ദൈവസ്നേഹത്തിനും തങ്ങളുടെ അയൽക്കാരോടുള്ള സ്നേഹത്തിനും വേണ്ടി മരിക്കാൻ തയ്യാറുള്ളവരായിരിക്കും. തങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണതക്കായി നിശബ്ദതയിൽ നിരന്തരം പരിശ്രമിച്ച അവരെ ലോകം ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാകുകയില്ല. ഒച്ചപ്പാടില്ലാതെ ജീവിക്കുന്ന അവർ നിമിത്തമാണ് ലോകം മുഴുവൻ ജഡിക പാപങ്ങളിലേക്കും വിഗ്രഹ ആരാധനയിലേക്കും വീണ് താഴാതിരിക്കുന്നത്. അവരുടെ പുഞ്ചിരി നിന്റേതുപോലെ ആയിരിക്കും, പരിശുദ്ധിയും വിനയവും ഉള്ളവ. കാരണം എല്ലാ കാലത്തും ഏതാനും ആൻഡ്രുമാരുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ കൃപയാൽ ലോകത്തിൻ്റെ ഭാഗ്യത്തിനു വേണ്ടി അവരുണ്ടായിരിക്കും. ഇതുപോലുള്ള വാക്കുകൾക്ക് ഞാൻ അർഹനാണെന്ന് ഞാനൊരിക്കലും വിചാരിച്ചിട്ടില്ല. ഇത് പറയത്തക്കവണ്ണം ഞാനത്ര നന്മയായി ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഹൃദയത്തെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കാൻ നീ എന്നെ സഹായിച്ചു. പ്രകാശത്തിലേക്ക് നീ കൊണ്ടുവന്ന രണ്ടാമത്തെ ആത്മാവാണിത്. ഓ, അവൾ എന്തിനാണിത് പറഞ്ഞത്? അവൾ വാക്കു പറഞ്ഞതാണ്. ആരും ഒന്നും പറഞ്ഞില്ല, എന്നാൽ എനിക്കറിയാം. ക്ഷീണിതരായ നിന്റെ കൂട്ടുകാർ വിശ്രമിക്കുമ്പോൾ തെളിവെള്ളം എന്ന സ്ഥലത്ത് ഉറങ്ങാതിരിക്കുന്ന 3 പേരുണ്ട്. നിശബ്ദമായി പ്രവർത്തിക്കുന്ന സ്നേഹത്തിൻ്റെ അപ്പസ്തോലൻ, രക്ഷയിലേക്ക് പ്രേരിപ്പിക്കുന്ന ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി, പ്രാർത്ഥിച്ചും ഉറക്കം വിളിച്ചും പ്രതീക്ഷിച്ചും കാത്തിരിക്കുന്ന രക്ഷകൻ, എൻ്റെ പ്രതീക്ഷ. ഒരാത്മാവ് രക്ഷ കണ്ടെത്തണമേ എന്ന്. ആൻഡ്രൂ, നിനക്ക് നന്ദി. ഇതുപോലെ തുടരുക. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഓ ഗുരുവേ, മറ്റുള്ളവരോടൊന്നും പറയല്ലേ. ഞാൻ ഒറ്റക്കായിരിക്കുമ്പോൾ വിജനമായ കടൽ തീരത്ത് കുഷ്ഠരോഗിണിയായ ഒരു സ്ത്രീയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തോ, മുഖം എനിക്ക് കാണാൻ കഴിയാത്ത ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോഴോ വളരെ കുറച്ചു മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ. എന്നാൽ മറ്റുള്ളവർ, പ്രത്യേകിച്ച് സൈമൺ, ഇതറിയുകയും എൻ്റെ കൂടെ വരാൻ ആഗ്രഹം കാണിക്കുകയും ചെയ്താൽ അപ്പോൾ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നീയും വരരുത്. നിന്റെ മുൻപിൽ വെച്ച് സംസാരിക്കാൻ ലജ്ജ എന്നെ അനുവദിക്കുകയില്ല. ഞാൻ വരികയില്ല, ഈശോ വരികയില്ല. എന്നാൽ ദൈവത്തിൻ്റെ അരൂപി നിന്റെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. നമുക്ക് വീട്ടിലേക്ക് പോകാം. ഭക്ഷണത്തിനായി അവർ നമ്മെ വിളിക്കുന്നു. അങ്ങനെ ഈശോയും തൻ്റെ നിശബ്ദനായ അപ്പസ്തോലനും തമ്മിലുള്ള സംഭാഷണം അവസാനിക്കുന്നു. അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വിളക്കുകൾ കത്തിച്ചിട്ടുണ്ട്, കാരണം നേരത്തെ സന്ധ്യയായി. ശൈത്യമേറിയ കാറ്റ് നിമിത്തം വാതിലടച്ചിരിക്കുന്നു. വാതിൽക്കൽ ആരോ മുട്ടുന്നു. ജോഡിൻ്റെ സന്തോഷഭരിതമായ ശബ്ദം കേൾക്കുന്നു. സ്വാഗതം. നിങ്ങൾ എത്ര വേഗത്തിൽ തിരിച്ചു വന്നു? വിശേഷം എന്തുണ്ട്? നിങ്ങൾക്ക് ചുമക്കാൻ നല്ല ഭാരമായിരുന്നുവല്ലോ. ഒരേ സമയം എല്ലാവരും സംസാരിക്കുന്നു. 3 പേരുടെയും ചുമട് താഴെ വെക്കാൻ സഹായിക്കുന്നു. സാവകാശത്തിൽ നമുക്ക് ഗുരുവിനെ അഭിവാദ്യം ചെയ്തിട്ട് വരാം. ഒരു നിമിഷം. എല്ലാവരും ഒരുമിച്ച് കൂടിയതിൻ്റെ സന്തോഷത്താൽ പ്രകാശിതമായ നേരം. എൻ്റെ സ്നേഹിതരെ, നിങ്ങളെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ദൈവം നല്ല കാലാവസ്ഥ നിങ്ങൾക്ക് തന്നു. അതേ ഗുരുവേ, എന്നാൽ നല്ല വാർത്തയൊന്നുമില്ല. ഞാനിത് നേരത്തെ വിചാരിച്ചതാണ്, കറിയോത്തുകാരൻ പറയുന്നു. കാര്യം എന്താണ്? എന്ത് സംഭവിച്ചു? അവരുടെ ജിജ്ഞാസ വർദ്ധിച്ചു. ആദ്യം അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കൂ, ഈശോ പറയുന്നു. വേണ്ട ഗുരുവേ, ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളവ നിനക്കും മറ്റുള്ളവർക്കും ആദ്യം അങ്ങ് തരാം. ഏറ്റവും ആദ്യം ജോൺ കത്ത് കൊടുക്കൂ. കത്ത് സൈമന്റെ കയ്യിലാണ്.
എൻ്റെ സഞ്ചിയിൽ വെച്ച് അത് ചുളുങ്ങിപ്പോകുമെന്ന് എനിക്ക് പേടിയായിരുന്നു. തീഷ്ണനായ സൈമൺ കാല് കഴുകാൻ വെള്ളം കൊടുക്കാനെത്തിയ തോമസുമായി എളിമയുടെ ഒരു മത്സരത്തിലായിരുന്നു. അയാൾ മുന്നോട്ട് വന്ന് പറയുന്നു, കത്തെൻ്റെ ബെൽറ്റ് സഞ്ചിയിലുണ്ട്. അയാൾ ആ വീതിയുള്ള ചെമന്ന തുകൽ ബെറ്റിനുള്ളിലുള്ള പോക്കറ്റ് തുറന്ന് ഒരു ചുരുൾ പുറത്തെടുക്കുന്നു. അതിപ്പോൾ പരന്നാണിരിക്കുന്നത്. ഇത് നിന്റെ അമ്മയുടെ കത്താണ്. ഞങ്ങൾ ബെഥനിക്ക് സമീപമെത്തിയപ്പോൾ ജോനാഥനെ കണ്ടു. കത്തും കുറേ സാധനങ്ങളുമായി അവൻ ലാസറസിൻ്റെ വീട്ടിലേക്ക് പോകുകയായിരുന്നു. ജോനാഥൻ ജെറുസലേമിലേക്ക് പോകുന്നത് കൂസാവിൻ്റെ വീട് വൃത്തിയാക്കിയിടുന്നതിനാലാണ്. ഹെറോദസ് ഒരുപക്ഷെ തിബേരിയാസിലേക്ക് പോകുകയായിരിക്കും. തൻ്റെ ഭാര്യ ഹെറോദിയായുടെ കൂടെ താമസിക്കാതിരിക്കാനാണ് കൂസ ആഗ്രഹിക്കുന്നത്. കറിയോത്തുകാരൻ വിശദീകരിക്കുന്നു. ഈ സമയം ഈശോ ചുരുളിൻ്റെ കെട്ടുകൾ അഴിച്ച് നിവർത്തുന്നു. സന്തോഷത്തോടെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഈശോ അമ്മയുടെ കത്ത് വായിക്കുകയാണ്. ശിഷ്യർ താഴ്ന്ന സ്വരത്തിൽ പരസ്പരം മന്ത്രിക്കുന്നു. ഈശോ പറയുന്നു, ശ്രദ്ധിക്കൂ. ഗലീലിയക്കാർക്ക് എല്ലാവർക്കും വാർത്തയുണ്ട്. അമ്മ എഴുതുന്നു, എൻ്റെ ശാന്തശീലനായ പുത്രനും കർത്താവിൻ്റെ ദാസനുമായ ജോനാഥൻ ജോവനയിൽ നിന്ന് സമ്മാനങ്ങൾ എനിക്ക് കൊണ്ടുവന്നു. രക്ഷകനായ നീ അവളെയും ഭർത്താവിനെയും കുടുംബം മുഴുവനെയും അനുഗ്രഹിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. കൂസായ്ക്ക് സിയോനിലുള്ള വീട് തുറന്നൊരുക്കുവാൻ ജോനാഥനോട് പറഞ്ഞിരിക്കുകയാണ്. ഇതിനായി കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. കാരണം എൻ്റെ വാക്കുകളും അനുഗ്രഹവും നിന്നെ അറിയിക്കാൻ എനിക്ക് കഴിയുന്നു. അതുപോലെ അൽഫേസിൻ്റെ ഭാര്യ മേരിയും സലോമയും അവരുടെ മക്കൾക്ക് ക്ഷേമാന്വേഷണങ്ങളും സ്നേഹവും അനുഗ്രഹവും അയക്കുന്നു. ജോനാഥൻ വളരെ കാരുണ്യമുള്ളവനായതിനാൽ അവൻ വഴി വിദൂരസ്ഥനായിരിക്കുന്ന പത്രോസിനെ അവൻ്റെ ഭാര്യയുടെയും ഫിലിപ്പിനും നെഥാനിയേലിനും അവരുടെ ബന്ധുക്കളുടെയും സ്നേഹ അന്വേഷണങ്ങൾ അയച്ചിരിക്കുന്നു. വിദൂരത്തിലായിരിക്കുന്ന പുരുഷന്മാരെ, നിങ്ങളുടെ സ്ത്രീകളെല്ലാവരും തുന്നലും നെയ്ത്തും തോട്ടത്തിൽ പച്ചക്കറി കൃഷിയും ചെയ്ത് മഞ്ഞുകാലത്തേക്ക് നിങ്ങൾക്ക് വേണ്ട രോമവസ്ത്രങ്ങളും നല്ല തേനും അയക്കുന്നു. ഈർപ്പം കൂടുതലുള്ള സന്ധ്യാവേളകളിൽ ചൂടുവെള്ളത്തിലൊഴിച്ച് തേൻ കഴിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ആരോഗ്യം സൂക്ഷിക്കണം. നിങ്ങളുടെ അമ്മമാരും ഭാര്യമാരും എന്നോട് അതാണ് പറയുന്നത്. ഞാനും അതുതന്നെ പറയുന്നു. എൻ്റെ മകനോട് അതുതന്നെ പറയുന്നു. ഞങ്ങൾ ഈ ത്യാഗങ്ങളെല്ലാം സഹിച്ച് ബുദ്ധിമുട്ടുന്നത് വെറുതെ ആകരുതേ. ഞങ്ങളെ വിശ്വസിക്കൂ. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ ശിഷ്യരാകുന്ന ഞങ്ങൾ അയക്കുന്ന സമ്മാനങ്ങൾ ഉപയോഗിച്ച് സന്തോഷിക്കുക. കർത്താവിൻ്റെ ദാസരായ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കേൾക്കുവാനുള്ള സന്തോഷം മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി. ഇനി എൻ്റെ പ്രിയ മകനെ, നീ പൂർണ്ണമായി എൻ്റേതല്ലാത്തതായി തീർന്നിട്ട് ഏകദേശം 1 വർഷം തികയാൻ പോകുന്നു. എൻ്റെ ചിന്തകൾ നിന്റെ ആഗമനത്തിൻ്റെ കാലത്തേക്ക് തിരിയുകയാണ്. നിന്റെ കുഞ്ഞു ഹൃദയത്തിൻ്റെ സ്പന്ദനം എൻ്റെ ഉദരത്തിൽ എനിക്ക് അനുഭവപ്പെട്ടപ്പോൾ നീ വന്നു എന്ന് ഞാൻ അറിഞ്ഞു. അതേസമയം നീ ശരിക്കും വന്നിട്ടില്ല എന്ന് ഞാൻ കരുതി. കാരണം നിന്റെ പ്രിയപ്പെട്ട മീനയെ തഴുകുന്നതിന് എനിക്ക് കഴിയാത്ത വിധം തടസ്സമുണ്ടായിരുന്നു. എൻ്റെ പ്രിയമകനും ആരാധ്യനായ ദൈവവുമായ നിന്റെ അരൂപിയെ ആരാധിക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ഹൃദയം എൻ്റേതിനോടൊപ്പം സ്പന്ദിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ചില്ലെങ്കിലും നീ എന്നിൽ നിന്ന് അകലെയല്ല. എന്നാൽ കർത്താവിൻ്റെയും അവിടുത്തെ ദാസിയുടെയും മിശിഹായായ നിന്നെ തഴുകുവാനും കേൾക്കുവാനും ശുശ്രൂഷിക്കുവാനും പണങ്ങുവാനും എനിക്ക് കഴിയുന്നില്ലല്ലോ. യോവന്നായുടെ കൂടെ താമസിക്കാൻ എന്നോട് അവൻ ആവശ്യപ്പെടുന്നു. ദീപങ്ങളുടെ തിരുനാളിൽ ഞാൻ ഏകനായി പോകാതിരിക്കാനാണ് എന്നെ വിളിക്കുന്നത്. എന്നാൽ മേരിയുടെ കൂടെ ഇവിടെ തന്നെ താമസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഞാൻ ദീപങ്ങൾ കൊളുത്താം. എന്നാൽ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്ഞിയായിരുന്നാലും 1000-ഓ 10,000-ഓ ദീപങ്ങൾ കൊളുത്തിയാലും നീ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അന്ധകാരത്തിൽ തന്നെയായിരിക്കും. എന്നാൽ ഇരുളടഞ്ഞ ഗുഹയിൽ നിന്നെ എൻ്റെ ചങ്കിനോട് ചേർത്ത് പിടിച്ചപ്പോൾ എൻ്റെ പ്രകാശവും ലോകത്തിൻ്റെ പ്രകാശവുമായി നിന്നെ ഞാൻ മാറോടണച്ചപ്പോൾ ഞാൻ ഉജ്ജ്വല പ്രകാശത്തിലായിരുന്നു. ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ പറയുന്നത് ആദ്യമായിട്ടായിരിക്കും. എൻ്റെ മകന് 1 വയസ്സ് കൂടെയായി. എന്നാൽ എൻ്റെ മകൻ എൻ്റെ കൂടെയില്ല. ഇത് മത്തായിയാസിൽ വെച്ച് നിനക്കൊരു വയസ്സ് തികഞ്ഞ ആദ്യത്തെ പിറന്നാളിനേക്കാൾ വിഷാദം പൂണ്ടതായിരിക്കും. എന്നാൽ നീ നിന്റെ ദൗത്യം നിർവഹിക്കുന്നു, ഞാൻ എൻ്റേതും. നമ്മൾ രണ്ടുപേരും പിതാവിൻ്റെ ഹിതമാണ് നിറവേറ്റുന്നത്. നമ്മൾ ദൈവമഹത്വത്തിനായി പ്രവർത്തിക്കുന്നു. അത് കണ്ണീരെല്ലാം തുടച്ചു നീക്കുന്നു. പ്രിയ മകനെ, എന്നോട് ഓരോരുത്തരും പറയുന്നതിൽ നിന്ന് നീ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ അറിയുന്നു.
പുറംകടലിലെ തിരമാലകളുടെ ശബ്ദം ഉള്ളിലേക്ക് കയറി കിടക്കുന്ന ഒറ്റപ്പെട്ട് കിടക്കുന്ന ഉൾക്കടൽ വരെ എത്തുന്നത് പോലെ ദൈവമഹത്വത്തിനായി നീ ചെയ്യുന്ന വേലകളുടെ പ്രതിധ്വനി നമ്മുടെ പ്രശാന്തമായ ചെറുവീട്ടിലും എത്തുന്നു. നിന്റെ അമ്മ സന്തോഷിക്കുകയും പിറക്കുകയും ചെയ്യുന്നു. കാരണം എല്ലാവരും സംസാരിക്കുമ്പോൾ ഒരേ തരത്തിലുള്ള ഹൃദ്യമായ വികാരങ്ങളല്ല വെളിപ്പെടുന്നത്. സ്നേഹിതരും നിന്റെ സഹായം സ്വീകരിച്ചവരും വന്ന് എന്നോടിങ്ങനെ പറയുന്നു, അവൻ്റെ മേൽ ശാപമുണ്ടാകട്ടെ. ഇത് രണ്ടാമത് പറഞ്ഞവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അവർ ദുരിതം അനുഭവിക്കുന്ന സാധു മനുഷ്യരാണ്. എൻ്റെ പക്കൽ വന്ന മാജിക്കുകാരൻ എവിടെയാണ്, ദിവ്യൻ എവിടെയാണ് എന്ന് ചോദിക്കുന്ന അജ്ഞാനികളെക്കാൾ ഇവർ പാവപ്പെട്ടവരാണ്. ഈ അജ്ഞാനികൾ നിന്നെക്കുറിച്ച് തെറ്റാണ് പറയുന്നതെങ്കിലും അവർ ഒരു വലിയ സത്യമാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. കാരണം എൻ്റെ ഈശോ നീ പഴയകാലം മുതൽ കരുതപ്പെട്ടിരിക്കുന്നത് പോലെ വലിയ പുരോഹിതനാണ്, നീ ദൈവികനുമാണ്. നീ ബദനിയിലുണ്ടെന്ന് പറഞ്ഞ് അവരെ ഞാൻ നിന്റെ പക്കലേക്ക് അയക്കുന്നു. നീ എനിക്ക് വേറെ നിർദ്ദേശങ്ങൾ തരുന്നതുവരെ ഞാൻ അങ്ങനെയാണല്ലോ പറയേണ്ടത്. മരിച്ചു പോകുന്ന ശരീരത്തിൻ്റെ ആരോഗ്യം അന്വേഷിച്ചു വരുന്ന അവർക്ക് നിത്യരക്ഷ ലഭിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദുഃഖം ഓർത്ത് ഒട്ടും വിഷമിക്കേണ്ട. ശരീരത്തിലും ആത്മാവിലും സൗഖ്യം നേടിയവരുടെ സന്തോഷം നിറഞ്ഞ വാക്കുകൾ ഈ ദുഃഖത്തിന് ശാന്തി നൽകുന്നു. എന്നാൽ മേരിയുടെ ദുഃഖമാണ് എൻ്റേതിനേക്കാൾ വലുത്. എന്നോട് മാത്രമല്ല സംസാരം. ജോസഫ്, അൽഫിയോസിൻ്റെ പുത്രൻ, ഈയിടെ കച്ചവടക്കാര്യങ്ങൾക്കായി ജെറുസലേമിലേക്ക് പോയിരുന്നു. അവനെ അവർ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തി. നീ നിമിത്തം മഹാസഭയിലെ അംഗങ്ങളാണത് ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള വലിയവർ ആരെങ്കിലും അവനെ കാണിച്ചു കൊടുത്തതായിരിക്കണം എന്നാണ്. അല്ലാത്തപക്ഷം ജോസഫ് നിന്റെ സഹോദരനാണെന്നും കുടുംബത്തിലെ തലവനാണെന്നും ആരറിയാനാണ്? ഇത് നിന്നെ അറിയിക്കണമെന്ന് ജോസഫ് ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നോടിത് പറയുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ അനുസരിക്കണമല്ലോ. അതുകൊണ്ടാണ്. എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ ആശ്വസിപ്പിക്കാൻ നിന്റെ അടുത്തായിരുന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഈ കാര്യം നിന്റെ തീരുമാനത്തിന് ഞാൻ വിടുന്നു. കാരണം നീ പിതാവിൻ്റെ ജ്ഞാനമാണ്. എൻ്റെ കണ്ണീരൊന്നും കണക്കിലെടുക്കേണ്ട. ഈ സംഭവത്തിന് ശേഷം നിന്റെ സഹോദരൻ സൈമൺ നിന്നെ കാണാൻ വരാൻ ഒരുങ്ങിയതാണ്. ഞാനും കൂടെ ചെല്ലണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. എന്നാൽ കാലാവസ്ഥ മോശമായതിനാലും അതിലുപരിയായി നിന്നെ കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നെങ്കിലോ എന്ന് ഭയന്നുമാണ് അതിൽ നിന്നും പിന്തിരിഞ്ഞത്. കാരണം നീ ഇപ്പോൾ ആഗ്രഹിക്കുന്നിടത്ത് നിനക്ക് തുടർന്ന് താമസിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തിയിരുന്നു. മകനെ, എൻ്റെ പരിശുദ്ധനായ മകനെ, ആരാധ്യനായ പുത്ര, മോശ മലമുകളിൽ വെച്ച് ചെയ്തതുപോലെ ഞാൻ എൻ്റെ കൈകൾ ഉയർത്തിപ്പിടിക്കുകയാണ്. എൻ്റെ ഈശോയെ, ലോകം സ്നേഹിക്കാത്ത നിൻ്റെയും ദൈവത്തിൻ്റെയും ശത്രുക്കൾക്ക് എതിരായിട്ടുള്ള യുദ്ധത്തിൽ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഐസക്കിൻ്റെ ഭാര്യ ലിയ ഇവിടെ വെച്ച് മരിച്ചു. എനിക്കത് വലിയ ദുഃഖമായിരുന്നു. കാരണം അവളെപ്പോഴും എൻ്റെ ഒരു നല്ല സ്നേഹിതയായിരുന്നു. എന്നാൽ എൻ്റെ ഏറ്റവും വലിയ ദുഃഖം നീ വളരെ ദൂരെയായിരിക്കുന്നതും ആളുകൾ നിന്നെ സ്നേഹിക്കാത്തതുമാണ്. എൻ്റെ മകനെ, നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിനക്ക് ഞാൻ സമാധാനവും അനുഗ്രഹങ്ങളും തരുന്നത് പോലെ നിന്റെ അനുഗ്രഹവും സമാധാനവും നിന്റെ അമ്മയ്ക്കും തരണമെന്ന് ആഗ്രഹിക്കുന്നു.